രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാർ കർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിക്കുകയും വലയിറക്കുകയും വല നിറയും മത്സ്യവുമായി കരയിലേക്ക് വരികയും കരയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തു നിൽക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ഒന്നാമതായിട്ട് ഈ വേദഭാഗം തരുന്ന ഒരു ചിന്ത, വീണ്ടും പഴയ പടിയായി പോയവരുമായി ക്രിസ്തുവിൻ്റെ കണ്ടുമുട്ടൽ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ ശിഷ്യന്മാർ വീണ്ടും തൻ്റെ പഴയ പണിയിലേക്ക് പോകുകയാണ്. മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റിയവനാണ് കർത്താവ്. എന്നാൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോകുകയാണ്. ഈ എവൻഗേലിയൻ ഭാഗത്തെ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണെന്ന്. പത്രോസിൻ്റെ പരസ്യ പ്രസ്താവനയും അതിനോടുള്ള തുടർന്നുള്ള 6 പേരുടെ പിന്തുണയും വെളിവാക്കുന്നത്, ഇനി ജീവിച്ചിട്ട് ഇനി നിന്നിട്ട് കാര്യമില്ല, ജീവിക്കണമെങ്കിൽ പഴയ പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന ചിന്തയാണ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ട മനുഷ്യർ, ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിക്കേണ്ട മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ ആശ്രയിക്കുകയാണ്. പടകിൻ്റെയും പരൽമീനിൻ്റെയും ഗന്ധത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെയും പരിമളത്തിൻ്റെയും ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ. എന്നാൽ അവർ തങ്ങളുടെ നിയോഗങ്ങൾ മറന്ന് വീണ്ടും പഴയ പണിയിലേക്ക് പോകുകയാണ്. തങ്ങൾ വിട്ടിട്ട് പോകുന്ന ജീവിത ശൈലിയിലേക്ക് ശിഷ്യന്മാർ വീണ്ടും മടങ്ങിപ്പോവുകയാണ്. ഇതുതന്നെയല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കാണുന്നത്. ഓരോ ഞായറാഴ്ചയും നമ്മൾ ദേവാലയത്തിൽ വന്നിട്ട് കർത്താവിനെ കണ്ടിട്ട് ആരാധനയെ സംബന്ധിച്ചിട്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് വീണ്ടും ഈ ശിഷ്യന്മാരെ പോലെ പഴയ ജീവിത ശൈലിയിലേക്ക്, പഴയ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും പോകുന്നില്ലേ? ഈ പഴയ പടിയായി പോയവരുമായുള്ള ക്രിസ്തുവിൻ്റെ കണ്ടുമുട്ടൽ ഒന്നാമത് ഈ വേദഭാഗത്തിൻ്റെ നാം കാണുന്ന ഒരു ചിന്ത. രണ്ടാമത് ഈ വേദഭാഗത്തിൽ കാണുന്ന ചിന്ത, അവരെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റുകയാണ്. തിരിച്ചറിവുകളുടെ പ്രഭാതത്തിലേക്ക് ഉണരുന്ന ശിഷ്യന്മാർ, പുലരിയോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ക്ഷീണിതരായ ശിഷ്യന്മാർ കനത്ത മത്സ്യസമ്പത്തിൽ ആഹ്ലാദിക്കുകയാണ്. അവർ സ്നേഹത്തിൻ്റെ ആനന്ദത്തിലേക്ക് തിരികെ പോകുകയാണ്. സ്നേഹത്തിൻ്റെ ആനന്ദത്തിലെത്തിയ ശിഷ്യഗണം ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ഇരുന്ന് പ്രാതൽ ഭക്ഷിക്കുകയാണ്. ക്ഷീണിതരായവർ വിശ്വാസത്തോടെ അനുസരിച്ചപ്പോൾ ക്ഷീണം ആനന്ദമായി മാറുകയാണ്. ആന്തരികമായ പക്വതയില്ലാതെ വരുമ്പോഴാണ് ഇത്തരം ഒറ്റപ്പെടലും തളർച്ചയും വിഷാദവും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങുകയാണ്. ഓരോ ആരാധനയും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാനുള്ള സുബോധമുണ്ടാകുവാനുള്ള നിമിഷമാണ് ഓരോ ആരാധനയും. ഈ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങുന്ന ആത്മാവാണ് പ്രകാശിതനായി തീരുന്നത്. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ശിഷ്യന്മാർ നഷ്ടമാക്കിയ സൗന്ദര്യവും തേജസ്സും അനുതാപത്തിലൂടെ തിരികെ പ്രാപിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ അനുതാപബോധം എപ്പോഴും നമുക്കുണ്ടാകണം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, വീണു പോകാം. എന്നാൽ അനുതാപത്തിലൂടെ നഷ്ടപ്പെട്ട സൗന്ദര്യവും തേജസ്സും നമുക്ക് തിരികെ പ്രാപിക്കാം. അനുതാപം കൂടാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലല്ലോ. കർത്താവ് പ്രസംഗം ആരംഭിച്ചപ്പോഴും യോഹന്നാൻ സ്നാപകൻ പ്രസംഗം ആരംഭിച്ചതും ഒറ്റ വാക്ക് പറഞ്ഞാണ്, അനുതപിപ്പീൻ, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ക്ഷീണിതരായ ശിഷ്യന്മാർ മാനവരാശിയുടെ പ്രതീകമാണ്. യഥാസ്ഥാനപ്പെട്ട ഈ ശിഷ്യ സമൂഹം മാനവരാശിയുടെ പ്രതീകമാണ്. ആത്മാവ് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് നാം ക്ഷീണിതരായി തീരുന്നത്. ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം. അവിടെ നിന്ന് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, എഴുന്നേൽക്കണമെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ പറ്റി ധ്യാനിക്കണം. മുടിയനായ പുത്രന്റെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ നാം കാണുന്നത്. അവൻ സകലവും വിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ദുർനടപ്പുകാരോടുകൂടി നടന്ന് സകലവും
നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ പിതാവിനെ പറ്റി ഓർക്കുകയാണ്, പിതാവിൻ്റെ കരുണയെപ്പറ്റി ധ്യാനിക്കുകയാണ്, പിതാവിൻ്റെ കരുതലിനെ പറ്റി സ്നേഹത്തെ പറ്റിയും ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു തിരിച്ചു വരവിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെപ്പറ്റി ധ്യാനിക്കണം. ദൈവം നടത്തിയ വഴികളെപ്പറ്റി പ്രിയമുള്ളവരെ ഒന്ന് ധ്യാനിക്കണം. ശിഷ്യന്മാർ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഈ വേദഭാഗത്ത് ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാർ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് അനുഭവിച്ച സ്നേഹത്തിൻ്റെ ആഴമാണ് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഓരോ ആരാധനയും തിരിച്ചു വരവിൻ്റെ അനുഭവമായി മാറട്ടെ. അതിനൊരു ബോധ്യം നമുക്കുണ്ടാകണം. എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞ് മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ വേദഭാഗം തരുന്ന ഒരു ചിന്തയുണ്ട്. ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രയത്നമെല്ലാം വ്യർത്ഥമാണെന്ന് ഈ വേദഭാഗം അടിവരയിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. ശിഷ്യന്മാർ മീൻ പിടിക്കുവാൻ എക്സ്പേർട്ടാണ്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. ക്രിസ്തുവില്ലെങ്കിൽ ശൂന്യതയുടെ അനുഭവമാണ് പ്രിയമുള്ളവരെ. ക്രിസ്തു ഉണ്ടെങ്കിൽ സമൃദ്ധിയുടെ അനുഭവമാണ്. ഇതാണല്ലോ യേശു തമ്പുരാൻ പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃദ്ധ ജാഗരിക്കുന്നു. മുക്കുവന്മാർ, ഈ മുക്കുവക്കൂട്ടം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ശൂന്യമായ വലയും പൊട്ടിയ വയറുമായി പടകിൽ തളർന്നിരിക്കുകയാണ്. നീ എത്രമാത്രം മിടുക്കനായിരുന്നാലും യേശുവില്ലാത്ത ചില നേരങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏറെ അധ്വാനിച്ചിട്ടും എന്നിലെയും നിന്നിലെയും ശീമോന് ഒന്നും കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രയത്നമെല്ലാം വ്യർത്ഥമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. നാലാമതായിട്ട് ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാലാമതായിട്ട് ഈ വേദഭാഗം ഓർപ്പിക്കുന്നു, സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെയും മധ്യത്തിൽ, സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെ നടുവിൽ അത് കർത്താവാണെന്ന് സാക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കർത്താവാണ്, അത് കർത്താവ് തന്നതാണെന്ന് സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞത്, ഈ വേദഭാഗത്തിൽ പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി വലതുഭാഗത്ത് വലയിറക്കുവാൻ കൽപ്പിക്കുകയാണ്. സമൃദ്ധമായ മീൻകൂട്ടം കണ്ടപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ പറയുകയാണ്, അത് നമ്മുടെ കർത്താവാണ്. പ്രിയമുള്ളവരെ, സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ അത് കർത്താവാണ്, കർത്താവ് തന്നതാണെന്ന് കർത്താവിനെ ധ്യാനിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. 4 ചിന്തകളാണ് ഈ വേദഭാഗത്ത് നിന്ന് പറഞ്ഞത്, ധ്യാനിച്ചത്. 1, വീണ്ടും പഴയപടിയായി പോയവരുമായി ക്രിസ്തുവിൻ്റെ കണ്ടുമുട്ടൽ. 2, തിരിച്ചറിവുകളുടെ പ്രഭാതത്തിലേക്ക് ഉണരുന്ന ശിഷ്യന്മാർ. നമ്മുടെ ജീവിതത്തിലും പഴയപടിയിലേക്ക് നാം പോകുമ്പോൾ ക്രിസ്തു വീണ്ടും നമ്മെ തേടി വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയുവാൻ ഒരു മടക്കി യാത്ര നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 3, ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രയത്നമെല്ലാം വ്യർത്ഥമാണ്. സമൃദ്ധിയുടെ 4, സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ അത് കർത്താവാണ്, കർത്താവ് തന്നതാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ കരുതലാണ്, കർത്താവാണ് ഈ അനുഗ്രഹങ്ങൾക്ക് കാരണഭൂതനെന്ന് മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിന് നമ്മുടെ ഈ ആരാധനയും പ്രാർത്ഥനയും കുർബാനയും ഒക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.